ആൺപിറന്നോൾ എന്ന സീരിയലിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ റിയയാണ് എന്നോടൊപ്പം ഉള്ളത്. റിയ, നമസ്കാരം. നമസ്കാരം. അഭിനയം പഠിച്ചിട്ടില്ല എന്ന് ജീവിതത്തിലൊക്കെ കുറെ കള്ളത്തരം അഭിനയമൊക്കെ കാണിച്ചു. ജീവിതത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ആ സെറ്റിൽ റിയയെ കുറിച്ച് ഏറ്റവും കൂടുതൽ കേട്ടൊരു കാര്യം, ഇത്രയും സംശയമുള്ള ഒരു ആക്ട്രസ് വേറെ ഇല്ല. ഇത്രയും സംശയമുള്ള ഒരു ആക്ട്രസ് വേറെ ഇല്ല. ബൈക്ക് ഓടിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പോലും അറിയത്തില്ല. ഞാൻ പണ്ട് സൈക്കിൾ ഓടിച്ച് മറ്റേ കുളത്തിൽ ചാടിയതല്ലാതെ എനിക്ക് സൈക്കിളുമായിട്ട് പോലും ബന്ധം പോലും ഇല്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് സീരിയൽ മറ്റു പല കാരണങ്ങളും കൊണ്ട് സീരിയൽ മൊത്തത്തിൽ പ്രോജക്റ്റ് ഡ്രോപ്പ് ആയി. അപ്പൊ അത് ഭയങ്കര ഷോക്കിംഗ് മൊമെന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതിലോട്ട് വരാൻ നേരത്തെ ജോലി നഷ്ടപ്പെടുത്തിയോ? ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഈ ക്യാരക്ടറിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരാളുടെ അമ്മ വിളിച്ചിട്ട് എൻ്റെ കുട്ടി ട്രാൻസ്ജെൻഡർ ആണ്, ട്രാൻസ്മാൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ സീരിയൽ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. എനിക്കത് കണ്ടപ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ കേട്ടൊരു കഥയെന്ന് പറയുന്നത്, ആൺപിറന്നോൾ എന്ന സീരിയലിലെ ക്യാരക്ടർ മാറ്റി വെച്ചാൽ റിയയുടെ ഒരു പഴയകാല ജീവിതത്തിൽ ഒരു തലതെറിച്ച വ്യക്തിയായിരുന്നു. മഹാരാജാസിലെ അവസാന വർഷം ആണ് എനിക്ക് ആദ്യമായിട്ട് ഞാനൊരു ഡിപ്രസ്ഡ് അവസ്ഥയിലോട്ട് പോകുന്നത്. എനിക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ഞാനൊരു ഹ്യൂമൺ അല്ലേ, എൻ്റെ വാക്കിന് ഒരു വിലയില്ല, എന്നെ എൻ്റെ സമ്മതം ഇല്ലാതെ ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്തിരിക്കുകയാണ് ലിറ്ററലി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. ആൺപിറന്നോൾ എന്ന സീരിയലിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ റിയയാണ് എന്നോടൊപ്പം ഉള്ളത്. റിയ, നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ. അതിന് തന്നെ കൺഗ്രാജുലേഷൻ. താങ്ക് യു സോ മച്ച്. റിയ, ഇനി ഞങ്ങൾക്ക് അറിയേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്, അഭിനയം പഠിച്ചിട്ടില്ല, അഭിനയം പഠിച്ചു വന്ന് A+ മേടിച്ചൊരു വ്യക്തിയല്ല. ഈ സീരിയൽ ആൺപിറന്നോൾ എന്ന സീരിയലിലെ ക്യാരക്ടറിലോട്ട് എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കൊന്നറിയണം. കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യമല്ലേ ചോദിക്കുന്നത്? അഭിനയം പഠിച്ചിട്ടില്ല എന്ന് ജീവിതത്തിലൊക്കെ കുറെ കള്ളത്തരം അഭിനയമൊക്കെ കാണിച്ചിട്ടുണ്ട്. അല്ലാതെ ക്യാമറയുടെ മുന്നിലുള്ള അഭിനയവും ജീവിതത്തിലെ അഭിനയവും രണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കി, അഭിനയിക്കാൻ എനിക്ക് കഴിവില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു മൊമെന്റ് മുതൽ വേണമെങ്കിൽ പറഞ്ഞോളാം. ഞാനിതുപോലെ ആദ്യമായിട്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ അഭിനയിക്കാനൊക്കെ കഴിവുണ്ടെന്ന്, അഭിനയിക്കുന്നതിൽ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എന്നാണ് സ്വന്തമായിട്ട് വിചാരിച്ചിരുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നു, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ എന്നെ പോലെ കുറച്ച് കഴിവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വീണ്ടും അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ച ഒരു നാളിൽ നിന്ന് എന്നെ റോഡിൽ കണ്ടിട്ട് ഒരാളൊരു ഓഡീഷൻ വിളിക്കുന്നു. ഒരു സിനിമയുടെ ഓഡീഷനായിരുന്നു. അപ്പോൾ അവിടെ ചെന്നു. 2 റൗണ്ട് ഓഡീഷനാണ് എൻ്റെ എടുത്തത്. ആദ്യത്തേതിൽ ഡയലോഗ് ഡെലിവറി ആയിരുന്നു. ഡയലോഗ് ഡെലിവറി ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ പോയി, കൊള്ളാം. അപ്പോൾ ഞാൻ വിചാരിച്ചു സിമ്പിൾ, അങ്ങനെ എന്തൊക്കെയുണ്ട്. രണ്ടാമത്തെ റൗണ്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതൊന്ന് ഇംപ്രവൈസ് ചെയ്ത് അഭിനയിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഈ വാക്കുകൾ തന്നെ കേൾക്കുന്നത്, ഇംപ്രവൈസേഷനോ. അപ്പോൾ ക്യാമറയിൽ നോക്കി ഒരു പോയിന്റ് തന്നാൽ അവിടെ നിന്നാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള അറിവ് പോലും എനിക്കില്ല. ഞാനൊരു 2 സെക്കൻഡ് ഇങ്ങനെ നിന്നു. എന്നിട്ട് അവർ നോക്കിയിട്ട് പറഞ്ഞു, എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ശരി ബൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആയി. കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണല്ലോ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ അഭിനയിക്കാൻ കഴിവുണ്ടെന്ന് തോന്നിയ കുറച്ച് സാധനങ്ങളൊക്കെ അഭിനയിച്ചൊക്കെ നോക്കിയപ്പോൾ എൻ്റെ മുഖത്ത് ഒന്നും വരുന്നില്ല എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അതോടുകൂടി എനിക്ക് നിരാശയായി. ഞാൻ വിചാരിച്ച് എനിക്ക് അഭിനയിക്കാൻ കഴിവില്ല, വെറുതെ ഇതിനെപ്പറ്റി ആലോചിച്ച് സമയം കളയണ്ടെന്ന് വിചാരിച്ച് അതോടുകൂടി പിന്നീട് എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സുഹൃത്തുക്കളുടെയൊക്കെ ചെറിയ സിനിമകളിലൊക്കെ ചെറിയ റോളുകളിലൊക്കെ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എന്ത് വില കൊടുത്ത് ഒഴിവാക്കും, കാരണം അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള സത്യം ആരും അറിയരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ചുകൂടിയൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർ സുഹൃത്തുക്കളും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ വരുന്ന സമയത്തും എനിക്ക് അഭിനയിക്കാൻ കഴിവില്ല, എന്നാലും അഭിനയിക്കുന്നതൊക്കെ നോക്കിയൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഈ സീരിയലിൻ്റെ കാസ്റ്റിന് വേണ്ടിയിട്ട് 2019 20 എന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ഓർമ്മയില്ല. ആ സമയത്ത് ഒരു ബോയ്ക്കട്ട് ഹെയർ ചെയ്ത ഒരാളെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷിക്കുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്താണ് ദിവ്യപ്രഭ, അഭിമാനത്തോടെ പറയുന്ന ദിവ്യപ്രഭ. അപ്പോൾ ദിവ്യപ്രഭ ഇങ്ങനെ ഒരു റോളുണ്ട്, സജസ്റ്റ് ചെയ്യട്ടെ എന്ന് അങ്ങനെ എന്നെ സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഓക്കെ പോയി നോക്കാം, എന്താണെന്ന് നോക്കാം. നല്ല ടീമാണ്, നല്ല കഥയാണ്, ട്രാൻസ്ജെൻഡർ കഥയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ റിയയ്ക്കൊന്നും ചിന്തിക്കത്തില്ലേ, സീരിയലൊക്കെ അമ്മാമ്മമാർ കാണുന്നതാ, അപ്പാപ്പന്മാർ കാണുന്നതാ, അതിലോട്ടൊക്കെ ഞാൻ പോയാൽ ശരിയാകുമോ എന്നൊരു ചിന്തകളൊക്കെ വന്നിട്ടുണ്ടോ? അത് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ ഇപ്പോൾ പൊതുവേ ഈ സീരിയൽ ഒരു ലോവർ ഫോം ഓഫ് ആർട്ടാണ്
അതെ, എന്നുള്ളൊരു അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ലോവർ ഫോം ഓഫ് ആർട്ടാണ് എന്നുള്ളൊരു പറച്ചിലുണ്ടല്ലോ എന്നാണ് പറയാൻ വന്നത്. അപ്പോൾ അത് നമ്മൾ എവിടെ കാണിക്കുന്നു, എന്താണ് കാണിക്കുന്നത്, അങ്ങനെ ഒരു ആർട്ടിനെ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൽ തിരുത്തലുകളോടുകൂടി കൂടുതൽ നല്ല ഫോമായിട്ട് വരിക എന്നുള്ളതിനെയാണ് ഞാൻ അതിൻ്റെ പോസിറ്റീവ് വശമായിട്ട് കാണുന്നത്. കാരണം ഒരു സമയത്ത് എപ്പോഴും കരച്ചില്, അടുക്കളയിൽ സാരി ഇട്ട് നടക്കുന്നു. പക്ഷേ ആൺപിറന്നോളെന്ന് പറയുന്ന സ്ക്രിപ്റ്റിൽ തന്നെ വലിയൊരു ചേഞ്ച് ഉണ്ടല്ലേ? സ്ക്രിപ്റ്റിൽ ഞാൻ നോക്കുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ഞാനൊരു ട്രാൻസ്ജെൻഡർ കഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെൻസേഷണൽ കഥ സീരിയലിൽ ചെയ്യുന്നു എന്ന് ഞാൻ കേൾക്കുന്നത് ആദ്യമായിട്ട്. അതിന് മുന്നേ ഉണ്ടായിരുന്നിരിക്കും. പണ്ടൊക്കെ നല്ല രസമുള്ള സീരിയലുകളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ആ കാലഘട്ടങ്ങളിൽ ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും പോയി കാണാം, സംസാരിക്കാമെന്ന് വിചാരിച്ചു. എനിക്കൊരു ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ ആ സമയത്ത് വന്നു. എന്നാലും അഭിനയിക്കാൻ കഴിവില്ല എന്നറിയാവുന്നതുകൊണ്ട് പോയി കണ്ടിട്ട് തിരിച്ചു വരാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മനസ്സിലുള്ളത്. അങ്ങനെ ഞാൻ ചെന്ന് ഡയറക്ടറെയൊക്കെ കണ്ടു. അപ്പം എൻ്റെ അടുത്ത് അതിൻ്റെ ഒരു വൺ ലൈൻ പറഞ്ഞു. വൺ ലൈൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര രസമുള്ള വൺ ലൈൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഓ, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പം അതിനകത്ത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിനകത്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയുന്ന പോലെ എൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് ഞാൻ എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സാധനം, ഞാൻ ഭയങ്കര ഫിസിക്കലി മോഡിഫൈബിൾ ആയിട്ടുള്ള ആളാണ്. ഭയങ്കര രൂപം കൊണ്ട് ഭയങ്കര ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആളാണ്, വളരെ നിമിഷ നേരം കൊണ്ട്. അപ്പോൾ അത് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ടും എനിക്ക് സ്വന്തമായിട്ട് നമുക്ക് സ്ട്രെങ്ത് എന്ന് തോന്നുന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പം അത് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാലോ എന്നുള്ളതൊരു ഭയങ്കര പോസിറ്റീവ് സാധനമായിരുന്നു. പിന്നെ ഞാൻ അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അഭിനയിക്കാനൊക്കെ പറ്റുമല്ലോ, വേറെ എന്ത് വേണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അഭിനയിക്കാൻ പറ്റുമെന്ന് അത്ര ഉറപ്പില്ല, എന്നാലും നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്താൽ മതി എന്ന് പറയും. പിന്നെ എനിക്ക് സംശയം വരും, ഞാൻ എല്ലാ ദിവസവും വിളിച്ച് പറയും എനിക്ക് അഭിനയിക്കാൻ അത്രയ്ക്ക് അങ്ങ്. ഞാൻ ആ സെറ്റിൽ റിയയെ കുറിച്ച് ഏറ്റവും കൂടുതൽ കേട്ടൊരു കാര്യം, ഇത്രയും സംശയമുള്ള ഒരു ആക്ട്രസ് വേറെ ഇല്ല. ഇത്രയും സംശയമുള്ള ഒരു ആക്ട്രസ് വേറെ ഇല്ല എന്ന് സംശയിക്കുമായിരുന്നല്ലേ? സംശയം എന്ന് വെച്ചാൽ ഒന്ന് അറിയില്ലല്ലോ ഈ പ്രോസസ്സ്. ഇപ്പോൾ ഈ ആദ്യം അങ്ങനെ കാസ്റ്റിലോട്ട് വരുന്നു, പിന്നീട് ആ പ്രോജക്റ്റ് പല കാരണങ്ങൾ കൊണ്ട് ഡ്രോപ്പായി. രണ്ടാമത് 2021 ഈ പ്രോജക്റ്റ് രണ്ടാമത് തുടങ്ങുന്നത് വേറെ ടീമൊക്കെ ആയിട്ട്. ആ സമയത്ത് എന്നെ തന്നെ വീണ്ടും കോൺടാക്ട് ചെയ്യും. ആ സമയത്ത് എനിക്ക് ഇത്രയും കൺഫ്യൂഷൻ ഇല്ല, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് റിയ പറയുന്നത് ആദ്യത്തെ കോള് വന്നപ്പം റീക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പിന്നീട് അത് കയ്യിൽ നിന്ന് പോകാൻ കാരണം എന്താണ്? അല്ല, പ്രോജക്റ്റ് ഡ്രോപ്പായി. ഞാൻ ജോലിയൊക്കെ രാജിവെച്ചു. അപ്പം എനിക്ക് ബൈക്ക് ഓടിക്കണമായിരുന്നു, ഈ ബൈക്ക് ഓടിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പോലും അറിയത്തില്ല. ഞാൻ പണ്ട് സൈക്കിൾ ഓടിച്ച് മറ്റേ കുളത്തിൽ ചാടിയതല്ലാതെ എനിക്ക് സൈക്കിളുമായിട്ട് പോലെ ബന്ധം പോലും ഇല്ല. അപ്പോൾ എനിക്ക് ഓടിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ അവരെന്നെ ബൈക്ക് ഓടിക്കാനായിട്ട് ആദ്യമായിട്ട് എന്നെ പഠിപ്പിക്കുന്നത് സീരിയൽ സെറ്റിൽ നിന്നാണ്. അല്ലാതെ മുന്നേ സുഹൃത്തുക്കളൊക്കെ ചെറുതായിട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, എന്നാലും ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് എന്തോ ഒരു പൂർണ്ണത വരുന്ന സീരിയലില്ല, ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടൊരു ബുള്ളറ്റ് ഓടിക്കാൻ അവരെന്നെ പഠിപ്പിച്ചു. നമ്മുടെ ആർട്ട് ഡയറക്ടർ മഹേഷാണ് എന്നെ പഠിപ്പിച്ചത്. മഹേഷിന് എല്ലാ കാലത്തും നന്ദി, വളരെ നന്നായിട്ട് പഠിപ്പിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സീരിയൽ മറ്റു പല കാരണങ്ങളും കൊണ്ട് സീരിയൽ മൊത്തത്തിൽ പ്രോജക്റ്റ് ഡ്രോപ്പായി. അപ്പോൾ അത് ഭയങ്കര ഷോക്കിംഗ് മൊമെന്റ് ആയിരുന്നു. ഇതിലോട്ട് വരാൻ നേരത്തെ ജോലി നഷ്ടപ്പെടുത്തിയോ? ജോലി റിസൈൻ ചെയ്തിരുന്നു. അപ്പോൾ ജോലി സീരിയലിലോട്ട് പോകാൻ സമയത്ത് രണ്ടും കൂടെ ബുദ്ധിമുട്ടാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ജോലി റിസൈൻ ചെയ്തു. അപ്പോൾ സീരിയൽ പല കാരണങ്ങൾ കൊണ്ട് ഡ്രോപ്പായി. പോരാത്തതിന് കോവിഡും വന്നു, ജോലിയില്ല, വാടക കൊടുക്കണം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആകെ ഭയങ്കരമായിട്ട് സ്റ്റക്കായിപ്പോയി. കാരണം അങ്ങനെ ഭയങ്കര ബാക്കപ്പ് ഉള്ള ഒരു സമയത്തൊന്നും ആയിരുന്നില്ല. ഇതെല്ലാം ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നല്ലോ. അപ്പം ഞാൻ വളരെ വളരെ ഹെക്ടിക് ആയിട്ടുള്ള വളരെ മോശം വർക്ക് കൾച്ചറുള്ള പല സ്ഥലങ്ങളിലും ജോലിക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ദുരിതമൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണ് അത് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞു. ആ കാലഘട്ടം അങ്ങനെയൊക്കെ പോയി. പിന്നീട് പല പല ജോലികളൊക്കെ ചെയ്തു. ആ കാലഘട്ടം അങ്ങനെ പോയി. പിന്നീട് 2021 വീണ്ടും നമ്മുടെ റൈറ്റർ വിളിച്ചിട്ട് നമ്മുടെ പ്രോജക്റ്റ് വീണ്ടും ഓൺ ആയിട്ടുണ്ട്, മറ്റൊരു ടീമാണ് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അങ്ങനെയാണ് ആ സീരിയലിലോട്ട് വരുന്നത്. അത് ഈ പറയുന്ന പോലെ നമുക്ക് വിധിച്ചിട്ടുള്ളതാണെന്ന് പറയുന്ന പോലെ കറങ്ങി തിരിച്ചിങ്ങോട്ട് തന്നെ വരുമെന്ന് പറയുന്നത് അങ്ങനെ വന്നതാണ്. അതാണ് ഇപ്പോൾ അവാർഡ് വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് സീരിയലിലോട്ട് ചെല്ലുമ്പോഴും ആദ്യത്തെ പ്രശ്നം ഉണ്ടല്ലോ, ഇത് എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മുടെ മനസ്സിൽ പഴയ ഓർമ്മ കിടപ്പുണ്ട്, പഴയ അഭിനയിക്കാൻ അത്ര അറിയില്ല എന്നുള്ള കോംപ്ലക്സിൽ നിന്നാണ് ഈ സംശയം മുഴുവൻ ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ചെയ്യുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ. അപ്പം അത് റോങ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കരുത് എന്നുള്ളൊരു ബാധ്യത ആർട്ടിസ്റ്റ് എന്നുള്ളതിനപ്പുറത്തോട്ട് എൻ്റെ തലയിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു സാധനം ഡിസ്ട്രക്റ്റീവ് ആവരുത്, അതൊരു കമ്മ്യൂണിറ്റിയെ ഡിനേ ചെയ്യുന്ന ഒരു സാധനം ആവരുത്. അതിനകത്ത് തെറ്റുകൾ ഉണ്ടാവില്ല എന്നല്ല, തെറ്റുകൾ ഉണ്ടാകുമ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ അതിനെ തിരുത്തണം എന്നുള്ള ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ആ വർക്കിൻ്റെ ഏറ്റവും സത്യമുള്ളൊരു ഭാഗമായിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ ഇൻറ്റൻഷൻ നല്ലതായിരുന്നു എന്നുള്ളത്. അത് എൻ്റെ മാത്രമെന്നല്ല ഞാൻ പറയുന്നത്, ആ സെറ്റിലുള്ള ഡയറക്ടറുടെയും റൈറ്ററുടെയും പ്രൊഡക്ഷൻ്റെയും ചാനലിൻ്റെയും എല്ലാം ഇൻറ്റൻഷൻ നല്ലതായിരുന്നു. വി ആർ ലുക്കിംഗ് ഫോർ എ ഗുഡ് സ്പേസ് ഫോർ ദ കമ്മ്യൂണിറ്റി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഓരോ സംശയങ്ങൾ ചോദിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ നോക്കണം. അപ്പോൾ ഈ ക്യാമറ സ്പേസിനോട് ഫെമിലിയർ അല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ചില സമയത്ത് അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ആളിവിടെ നിൽക്കുകയാണെങ്കിലും ഇങ്ങനെ തിരിഞ്ഞു നോക്കി ക്യാമറ എവിടെയാണെന്നുള്ളത് ഇങ്ങനെ തിരിഞ്ഞു നോക്കുക എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതെനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആൾ ഇവിടെ അല്ലേ നിൽക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക്. പുറകോട്ട് ആൾ ഈ സൈഡിലാണ് നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെ നോക്കാൻ പറയുമ്പോൾ അതൊന്നും എനിക്ക് അറിയില്ല. അപ്പം ഇങ്ങനെ നോക്കാൻ പറയുമ്പം
അപ്പോൾ എനിക്ക് മൊത്തത്തിൽ കട്ടാവും. അതെന്താ അങ്ങനെ നോക്കുന്നത്? അപ്പോൾ എനിക്ക് പിന്നെ ഇതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ തരണം, എന്തിനാണ് അങ്ങനെ നോക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഒരുപാട് സമയം പോകുന്നൊരു പ്രോസസ്സാണല്ലോ. അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് അല്ലെങ്കിൽ റിയയ്ക്ക് മനസ്സിലുണ്ടായിരുന്നു ഇത് ആളുകളിലേക്ക് എത്തുമെന്നുള്ളത്? കാരണം ഇതിനെ കൊണ്ടുപോകാൻ ഒരു റൂട്ട് വേണമല്ലോ. ആളുകളിലോട്ട് എത്തുമെന്ന് വെച്ചാൽ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടും അങ്ങനെയാണോ? സെലിബ്രേറ്റ് ചെയ്യപ്പെടുമെന്നല്ല, ഇപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇത് ആളുകളിലേക്ക്, ഇവർ സാധാരണക്കാർക്കിടയിലോട്ട് അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. ആ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? ഒരു ട്രാൻസ്ജെൻഡർ സബ്ജക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണോ ചോദിക്കുന്നത്? ഒന്ന്, ആളുകൾക്ക് അത്ര ഫെമിലിയർ അല്ല, അതായത് സാധാരണ കുടുംബ പ്രേക്ഷകരെ സംബന്ധിച്ച് അത്ര ഫെമിലിയർ ആയിട്ടുള്ളൊരു വിഷയമാണ് ജെൻഡർ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ജെൻഡറുമായിട്ട് നമ്മൾ പൊതുവെ, ജെൻഡർ എന്ന് പറയുന്നത് ഭയങ്കര പുതിയൊരു സബ്ജക്റ്റാണ് നമ്മുടെ അക്കാഡമിക് സ്പേസിൽ തന്നെ നിന്ന് നോക്കുമ്പോൾ. നമ്മൾ ജെൻഡറിനെയൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ എത്ര ജെൻഡറിനെ ഒരു സ്പെക്ട്രം ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കാറ്റഗറൈസ് ചെയ്തിട്ടല്ലാതെ ഒരു കണ്ടിന്യൂം പോലെയാണ് നമ്മൾ ജെൻഡറിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനകത്ത് എത്ര തരത്തിലുള്ള ജെൻഡർ ഉണ്ട്, ആ ജെൻഡറിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ജെൻഡർ വേരിയേഷൻ വരുന്നത്, ജെൻഡർ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണോ, തിയറട്ടിക്കലായി പോകുന്നുണ്ടോ? ഇല്ലല്ലോ, ഇത് വേണം. അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നമ്മൾ പലതരത്തിൽ എക്സ്പ്ലോർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം അത്തരത്തിൽ ഈ ഭാഷ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. അപ്പം നമ്മൾ ജെൻഡർ എന്നുള്ളത് എങ്ങനെ പറയും, ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ജെൻഡർ എന്നുള്ളത് കുടുംബ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ സാധാരണ എങ്ങനെ കണക്ട് ആവും, അല്ലെങ്കിൽ ട്രാൻസ് മാൻ ആയിട്ടുള്ള ഒരാളെ എങ്ങനെ അല്ലാത്ത ഒരാളിൽ നിന്ന് വ്യത്യസ്തനാണ് എന്നുള്ളത് എങ്ങനെ കാണിക്കും എന്നൊക്കെ ഉള്ളത് സ്ക്രിപ്റ്റ് റൈറ്ററെ സംബന്ധിച്ചും ചലഞ്ചായിരുന്നു, അഭിനയിക്കുന്ന എന്നെ സംബന്ധിച്ചും ചലഞ്ചായിരുന്നു, ഡയറക്ടറെ സംബന്ധിച്ചും ചലഞ്ചായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു ലേണിംഗ് പ്രോസസ്സ് ഭയങ്കര നല്ലതായിരുന്നു. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ മൊമെന്റിലും നമ്മൾ തിരിച്ചറിയുമല്ലോ, ഓ നമ്മൾ ഉപയോഗിച്ച പ്രൊനൗൺ തെറ്റിപ്പോയി, നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനൊരു സെൻസാണ് അതിന് വരുന്നത്. അത് ഒരു ട്രാൻസാക്ഷണൽ ലേണിംഗ് പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മൾ കുട്ടികളെ പോലെ അതിനകത്ത് പഠിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം അതിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ, ഒന്ന് ഭാഷയുടെ ബുദ്ധിമുട്ട്. നമ്മൾ ഇപ്പം എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്, എൻ്റെ മനസ്സിതാണ് എന്നുള്ളതിനപ്പുറത്തോട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എന്തൊക്കെ തരത്തിൽ നമ്മൾക്കുള്ള ബുദ്ധിമുട്ട് കാണിക്കാൻ പറ്റും, ഇതൊക്കെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു ആ കഥയെ സംബന്ധിച്ച്. ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഈ ക്യാരക്ടറിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. വളരെ നല്ലതാണ്, നമുക്ക് അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ അക്സെപ്റ്റൻസിൽ വ്യത്യാസം ഉണ്ടായി എന്ന് പറഞ്ഞ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ ഞാനതിനെ നല്ലതായിട്ടാണ് കാണുന്നത്. എന്ത് ക്രിറ്റിസിസം ആണെങ്കിലും, കൺസ്ട്രക്റ്റീവ് ആണെങ്കിലും, ഇനി കോംപ്ലിമെന്റ് ചെയ്യുന്നതാണെങ്കിലും, അത് അങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ള തരത്തിൽ ഞാനതിനെ നല്ല, അത് തന്നെ കഥാപാത്രത്തിന്റെയും ആ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി, ഇങ്ങനെ ഒരു സീരിയൽ ഉണ്ടായി എന്നുള്ളതിന്റെയും വിജയം. ആരെങ്കിലും ഒക്കെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടോ ക്യാരക്ടറിന് ശേഷം? അതായത് ചേച്ചി ഞാനും ഇങ്ങനെ ഒരു വ്യക്തിയാണ്, അയച്ചിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ മാറാൻ പറ്റുന്നില്ല, അങ്ങനെ അയച്ചിട്ടുണ്ടോ? മാറാൻ പറ്റുന്നില്ല എന്നുള്ളതല്ല, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മെസ്സേജ് ആയിട്ടുള്ള ആൾക്കാർ. ഒരാളുടെ അമ്മ വിളിച്ചിരുന്നു. ഒരാളുടെ അമ്മ വിളിച്ചിട്ട് എൻ്റെ കുട്ടി ട്രാൻസ്ജെൻഡർ ആണ്, ട്രാൻസ് മാൻ ആണ് എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ സീരിയൽ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്, എനിക്കത് കണ്ടപ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ സംസാരിക്കണം തോന്നി. ഇൻസ്റ്റാഗ്രാമിലാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വലിയൊരു മെസ്സേജ് എനിക്ക് അയച്ചു. എനിക്കിങ്ങനെ സീരിയൽ സംഭവിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്, എൻ്റെ കുട്ടി എനിക്കിപ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മുന്നത്തേനേക്കാളും, എൻ്റെ കുട്ടിയുടെ കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു. അത് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നിയൊരു മെസ്സേജാണ്. അത് കമൗട്ട് ചെയ്യാത്ത ഒരാളാണ്, അതായത് റിവീൽ ചെയ്തിട്ടില്ലാത്ത വീട്ടിലെ പ്രഷറുകളിൽ നിലവിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്കറിയില്ല, അന്ന് അങ്ങനെ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരാൾക്ക് ഒരു നല്ല സ്പേസ് ഉണ്ടാക്കാൻ ഉപകാരപ്പെട്ടു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. റിയയുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സിൽ നിന്നാണെങ്കിലും ഈ ഒരു ക്യാരക്ടറിലോട്ട്, ഈ ഒരു സീരിയലിലോട്ട് പോകാൻ നേരത്ത് നിനക്ക് പെണ്ണ് കിട്ടാൻ പറ്റത്തില്ല, ക്യാരക്ടറായിട്ട് പോവാ, നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, അല്ല ചുമ്മാ ഇങ്ങനത്തെ ക്യാരക്ടറൊന്നും ചെയ്യല്ലേ, നാളെ വീട്ടിനൊരു ചീത്തപ്പേരാവും എന്നൊക്കെയുള്ള കമന്റ്സ് വന്നിട്ടുണ്ടോ? എന്നൊക്കെ വീട്ടുകാർ സ്വാഭാവികമായിട്ടും ആകുലതകളുണ്ടാവുമല്ലോ. പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ തലതെറിച്ചതാണെന്നുള്ള രീതിയിൽ നടക്കുന്നൊരു പെൺകുട്ടി, അതിൻ്റെ കൂടെ ട്രാൻസ്ജെൻഡർ കഥാപാത്രവും കൂടെ ചെയ്താൽ ചിലപ്പോൾ എങ്ങനെ ആവും എന്നറിയില്ല എന്നൊക്കെയുള്ള ഭയങ്കര ആദികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സംസാരം കൊണ്ടും സീരിയൽ വന്ന് കാണുന്ന സമയത്തൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ, അതൊക്കെ ഭയങ്കര നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് സീരിയലും കൊണ്ടുണ്ടായത്. അതായത് ഫെമിലിയർ ആവുകയാണല്ലോ, അതായത് ഇത് സാധാരണ ഒരു മനുഷ്യനാണ്, അല്ലാതെ നമ്മൾ വേറെ എന്തോ ആയിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഭയങ്കര മോശപ്പെട്ട എന്തോ ആയിട്ട് കാണേണ്ട ഒരു മനുഷ്യനല്ല എന്നൊക്കെ ഉള്ളത് വീട്ടിൽ നിന്ന് മാറുന്നതും നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഇടങ്ങളിൽ നിന്ന് മാറുന്നതും സീരിയലും കൊണ്ട് സംഭവിച്ച വളരെ
വളരെ സത്യസന്ധമായ നല്ല കാര്യമാണ്. പിന്നെ കൂട്ടുകാർ ഈ പറയുന്ന പോലെ എനിക്ക് ജെൻഡറിനെ നന്നായിട്ട് മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളുണ്ട്, വളരെയധികം ആക്ടിവിസ്റ്റുകളായ സുഹൃത്തുക്കളുണ്ട്, വളരെ കൃത്യമായിട്ട് പഠിക്കാൻ ജെനുവിനായിട്ട് ശ്രമിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അവരിൽ നിന്നും നല്ല അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ജനറലി പൊതുവെ ആളുകൾക്ക് എങ്ങനെ ആയിരിക്കും ഇതിനെ കൺസീവ് ചെയ്യുന്നത്, എങ്ങനെ ആയിരിക്കും ഇതിനെ കാണിക്കുന്നത് എന്നുള്ള ആൻസൈറ്റി എനിക്കും ഉണ്ടായിരുന്നു, എൻ്റെ സുഹൃത്തുക്കൾക്കും ഉണ്ടായിരുന്നു. ഇവൻ ചെയ്ത നമ്മുടെ ടീമിൽ പോലും ചിലപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കേട്ടൊരു കഥയെന്ന് പറയുന്നത്, ആൺപിറന്നോൾ എന്ന സീരിയലിലെ ക്യാരക്ടർ മാറ്റി വെച്ചാൽ റിയയുടെ ഒരു പഴയകാല ജീവിതത്തിൽ ഒരു തലതെറിച്ച വ്യക്തിയായിരുന്നോ? തലതെറിച്ചതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമാണല്ലോ. ഞാൻ എന്നെ തലതെറിച്ച വ്യക്തിയായിട്ട് കാണുന്നില്ല. ഞാൻ എല്ലാ കാലത്തും എന്നെ സത്യസന്ധയായ വ്യക്തിയായിട്ടാണ് കാണുന്നത്. പഠിക്കുന്ന സ്കൂൾ സമയത്തൊക്കെ ഒരു പോരാളിയായിരുന്നു. സ്കൂൾ സമയത്ത് ഒരു 10ാം ക്ലാസ്സിന് മുന്നേ ഒക്കെ ചിലപ്പോൾ അത്ര സത്യസന്ധയല്ലായിരിക്കും. 10ാം ക്ലാസ്സിനൊക്കെ ശേഷം ആണ് എനിക്കൊരു ഇന്റലക്ച്വൽ ഒരു ബുദ്ധി വന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഞാൻ അതിന് മുന്നേ ബുദ്ധിയില്ല എന്നല്ല, എന്നാലും മറ്റൊരു തരത്തിൽ അങ്ങനെ ഇല്ലാതെ ഞാൻ പറയുന്നില്ല. എന്നാലും 10ാം ക്ലാസ്സിനൊക്കെ ശേഷമാണ് ഞാൻ മറ്റൊരു തരത്തിൽ ചിന്തിക്കാനും കുറച്ചുകൂടി ഒരു ബ്രോഡർ ആയിട്ടുള്ള രീതിയിൽ ലോകത്തെ കാണാനും മനുഷ്യരെ കാണാനൊക്കെ തുടങ്ങിയത്. അതിന് മുന്നേ വളരെ സാധാരണമായിട്ടുള്ള രീതിയിൽ എൻ്റെ കാര്യം സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന, കുറച്ച് പ്ലീസ് ചെയ്തും കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ നിന്നും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സാധാരണ ആളായിരുന്നു. അത് കഴിഞ്ഞാൽ സാധാരണ ആളായി എന്നല്ല, അതിനുശേഷം കുറേ കാലത്തേക്ക് വളരെ റിബൽ ആയിട്ടുള്ള ഒരാളായിരുന്നു. എൻ്റെ ഇപ്പോൾ +2 പഠിക്കുന്ന സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് വേറെ വല്ല കഥകളൊക്കെ ഉണ്ടാവും. പറഞ്ഞ പോലെ മിണ്ടാൻ തന്നെ നമുക്ക് തോന്നാത്ത, ഒട്ടും വെൽക്കമിങ് അല്ലാത്ത, വഴക്കാളിയായിട്ടുള്ള, എന്തൊക്കെയോ പറയുന്ന അങ്ങനെ ഒരാളായിരുന്നു ആ സമയത്ത്. ആ ഒരു ക്യാരക്ടറിലോട്ട് പോകാൻ കാരണം എന്താണ്? സാഹചര്യങ്ങളാണോ? ആ ഒരു ക്യാരക്ടർ മോശമാണ് എന്നുള്ളതല്ല, ഒന്ന് ആ പ്രായത്തിൻ്റെ ഒരു പീക്ക്നെസ് ഉണ്ടല്ലോ, നമ്മൾ അഡോളസൻസ് നിൽക്കുമ്പോൾ നമുക്ക് ലോകം നന്നാക്കണം എന്ന് തോന്നുന്ന ഒരു സ്പിരിറ്റും, അല്ലെങ്കിൽ നമ്മുടെ ചോരത്തിളപ്പുള്ള പ്രായം എന്ന് പറയുന്ന പോലെ ഞാൻ ആ സമയത്ത് കുറച്ച് അതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ലോകവീക്ഷണങ്ങളൊക്കെ ആ സമയത്ത് കണ്ടു തുടങ്ങുന്നു. പുതിയ പുതിയ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുന്നു, എന്താ പറയണേ, പുതിയ ഐഡിയോളജികളിലോട്ട് എക്സ്പോഷർ ഉണ്ടാകുന്നു. വായന അന്നേ ഉണ്ടോ? വായന ആ സമയത്തുണ്ട്, പിന്നെ വളരെ നന്നായിട്ട് വായിക്കുമായിരുന്നു. വായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഭാഷ മാറുന്നു, നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ അതുവരെ കണ്ടതല്ലാത്ത കാര്യങ്ങളിലോട്ടൊക്കെ എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ. ആ എക്സൈറ്റ്മെൻറ്റിന് എൻ്റെ ചുറ്റും ഉള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങ് ഇറക്കിയെന്നേ ഉള്ളൂ. നല്ല ഷോ ആയിരുന്നു, പക്ഷേ അത് ഭയങ്കര മോശമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഈ പറഞ്ഞ നമ്മുടെ വളർച്ചയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചില പ്രത്യേക ഇൻസിഡൻറ്റുകളൊക്കെ ആലോചിക്കുമ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നുമെങ്കിലും കുഴപ്പമില്ല, അതൊരു വളർച്ചയുടെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ പോയി വഴക്കുണ്ടാക്കുക, എന്തെങ്കിലും ഈ കാര്യം ശരിയല്ല ആ കാര്യം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നതിനാണ് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. പിന്നെ പക്ഷേ എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് വന്ന് സംസാരിക്കാൻ തോന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി വെൽക്കമിങ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. അത് ഞാൻ +2 കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫിലോസഫിയാണ് പഠിച്ചത്. എൻ്റെ ഡിഗ്രിക്ക് മഹാരാജാസ് കോളേജിലാണ് ഞാൻ ഫിലോസഫി പഠിച്ചത്. ഫിലോസഫിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടി ആളുകളോട് ഇടപഴകാനും. അതാ ഞാൻ ചോദിക്കാൻ വന്നത്, ഇടുക്കിയിൽ നിന്ന് വന്നൊരു റിയ മഹാരാജാസിൽ എത്തിപ്പെട്ടതിന് ശേഷം എന്താണ് മാറ്റം വന്നത്? കുറച്ചുകൂടി മനുഷ്യരെയൊക്കെ കാണുന്ന, മനുഷ്യരോടൊക്കെ ഇടപഴകാൻ പറ്റുന്ന ഒരു മനുഷ്യനായി മാറി എന്നുള്ളത് നല്ല മാറ്റമാണ്. ഈ മഹാരാജാസിലെ ഓർമ്മകൾ ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? മഹാരാജാസിലെ ഓർമ്മകൾ എന്താണ് പറയേണ്ടത്? മഹാരാജാസിലെ ഓർമ്മകൾ എന്ന് ചോദിച്ചാൽ, മഹാരാജാസിന്റെ ഓർമ്മകൾ എന്ന് ചോദിക്കുമ്പോൾ റിയയുടെ ഒരു അടുത്തൊരു സുഹൃത്തിനോട് പറഞ്ഞതാ, അവിടുത്തെ ഒരു ഒറ്റ ഓർമ്മയിൽ നിന്ന് വലിയൊരു ചേഞ്ചാ വന്നതല്ലേ? മഹാരാജാസിന്റെ, അതെ, മഹാരാജാസിലെ അവസാന വർഷം ആണ് എനിക്ക് ആദ്യമായിട്ട് ഞാനൊരു ഡിപ്രസ്ഡ് അവസ്ഥയിലോട്ട് പോകുന്നത്. എനിക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അതൊരു എന്നെ സംബന്ധിച്ച് അതുവരെ ഞാൻ അനുഭവിക്കാത്ത ഒരു മാനസികാവസ്ഥയായിരുന്നു. അതുവരെ വളരെ സാധാരണമായിട്ടുള്ള രീതിയിൽ ലോകത്തെ കാണുകയും മനുഷ്യരൊക്കെ ഒരു പരിധിക്കപ്പുറത്ത് സങ്കടപ്പെടുന്നതിനെ മനസ്സിലാവുക പോലും ചെയ്യില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. മനസ്സിൽ കല്ലെന്നല്ല, ഞാൻ എന്നെ എന്തോ ഭയങ്കര ബുദ്ധിയും ഭയങ്കര കേപ്പബിലിറ്റിയും ഒക്കെ ഉള്ള ഒരാളായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സങ്കടമൊക്കെ ഉള്ള മനുഷ്യരെ എന്നെക്കാളും കുറഞ്ഞൊരു മനുഷ്യരായിട്ടാണ് ആ സമയത്ത് ഞാൻ അങ്ങനെ തുറന്നു പറയില്ലായിരുന്നു. ആ സമയത്ത് എന്നാൽ പോലും എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു. അവർക്ക് എൻ്റെ അത്ര കഴിവില്ലാത്തതുകൊണ്ട് അവർ സങ്കടപ്പെട്ടിരിക്കുന്നു. എന്നെ പോലെ കഴിവുള്ള ആളുകൾക്ക് അങ്ങനെ സങ്കടമൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല, ഡിപ്രഷനൊക്കെ എന്ത് പുല്ല് എന്ന് പറയുന്നതായിരുന്നു അതുവരെയുള്ള എൻ്റെ മനസ്സിലാക്കൽ. അതിനുശേഷമാണ് ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥ എന്താണ് എന്നുള്ളത് അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത്. അതിനെ കൂടുതൽ കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സമയത്തുണ്ടായൊരു പ്രണയ നൈരാശ്യം എന്ന് പറയാൻ പറ്റുമോ എന്ന് ഇപ്പം അറിയില്ല. ആ സമയത്ത് വളരെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തുമായിട്ടുള്ള സൗഹൃദം വളരെ പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നതിൽ നിന്നുള്ളൊരു ഷോക്കിൽ നിന്നാണ് എനിക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നത്. ആ ഡിപ്രഷൻ എൻ്റെ ജീവിതത്തെ വളരെ ഉലച്ചിട്ടുള്ളൊരു സാധനമാണ്.